മുഖ്യമന്ത്രി വീണ്ടും മണ്ഡലത്തിലേക്ക് വരുന്നുണ്ട്. 13, 14, 15 തീയതികളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് വീണ്ടും എത്തുന്നത്. 7 പഞ്ചായത്തുകളുണ്ട് നിലമ്പൂരിൽ. ഈ 7 പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രി പ്രചരണം നടത്തും. ഇന്നലെ നിലമ്പൂർ നഗരസഭയിലായിരുന്നു കൺവെൻഷൻ നടന്നത്. അതുകൊണ്ട് ഇനി നഗരസഭയിൽ മുഖ്യമന്ത്രി ഉണ്ടാകില്ല. ബാക്കി 7 പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കും. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അടി, ഒരു തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു അടി, രാഷ്ട്രീയ യുദ്ധം, അതിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കളം എത്തിച്ചേരുന്നില്ല. അത് ഓരോ ദിവസവും കഴിയുമ്പോൾ മാത്രമേ അത് പോര് മുറുകി വരികയുള്ളൂ. ഓരോ ദിവസവും ഓരോ രാഷ്ട്രീയ വിഷയങ്ങൾ, വിവാദങ്ങൾ, ചർച്ചകൾ, അത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണുന്നതാണ്. ആ ചൂടിലേക്ക് നിലമ്പൂർ മണ്ഡലം അത് വരും ദിവസങ്ങളിൽ എത്തിച്ചേരും. സ്വാഭാവികമായിട്ടും നേതാക്കന്മാർ തമ്മിലുള്ള വാക്പോരായിരിക്കും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുക. അതെല്ലാ തെരഞ്ഞെടുപ്പിലും അംഗമാണ്. പക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി കൂടുതലായി വാക്പോരുകൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു ഭാഗത്തുള്ളത് അൻവറാണ്. മറ്റ് 2 സ്ഥാനാർത്ഥികളും ഒരുപക്ഷെ രാഷ്ട്രീയം പറയില്ല. CPM-ഉം UDF-ഉം സ്ഥാനാർത്ഥികളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയം നിങ്ങൾ പറയണ്ട. രാഷ്ട്രീയം പറയാൻ വേണ്ടി നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി നേതാക്കന്മാരുണ്ട്, അവർ പറഞ്ഞോളും എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അൻവർ അങ്ങനെ ആയിരിക്കില്ല. അൻവർ ഓരോ ദിവസവും എന്ത് പറയുന്നു എന്നൊരു പ്രസക്തമായ കാര്യം നിലനിൽക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാവുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ്. എന്തായാലും മുഖ്യമന്ത്രി വീണ്ടും എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം അതിൻ്റെ ചൂടേറിയ അവസ്ഥയിലായിരിക്കും. കാരണം അവസാന ദിവസം 17-ാം തീയതി പരസ്യപ്രചരണം അവസാനിക്കുന്നതുകൊണ്ട് 15-ാം തീയതിയോടുകൂടി മുഖ്യമന്ത്രിയുടെ പ്രചരണം അവസാനിക്കും. പ്രചരണത്തിൻ്റെ ഏറ്റവും ചൂടേറിയ സമയത്താണ് മുഖ്യമന്ത്രി എത്തുന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കപ്പെടുന്ന സമയം അത് ഏറ്റവും ഒടുവിലത്തെ 3-4 ദിവസമാണ്. അതേത് തെരഞ്ഞെടുപ്പായാലും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിൻ്റെ ആര് ജയിക്കണം, വിവിധ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലാണ്. അടിയൊഴുക്കുകൾ എന്ന് വാക്കിട്ട് പറയുന്ന ആ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അവസാന ദിവസങ്ങളിലാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം, തലേ ദിവസമാണ് അത് ഏറ്റവും കൂടുതലായി വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ നീക്കങ്ങൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 5 ദിവസം മുമ്പാണ്. അതായത് മുഖ്യമന്ത്രി വരുന്ന സമയം 13, 14, 15 തീയതികളിൽ LDF-നെ സംബന്ധിച്ച് നിർണായകമാണ്. ഈ അടിയൊഴുക്കുകൾ, ഈ അജണ്ട സെറ്റിംഗ്, അത് എങ്ങനെ അനുകൂലമാക്കിയെടുക്കാം എന്നുള്ള രാഷ്ട്രീയ രീതി അത് മുഖ്യമന്ത്രി എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും